ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം അറിയാത്തവരാ. ഇവർ ലീഗിന്റെ പുറകെ നടന്നു കുറെ നാള് ഇല്ലേ. ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, ലീഗ് മതേതര പാർട്ടിയാണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഒരു ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വയനാട് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു UDF നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDF പോകാൻ ഒരു കാരണം പോലും ഇല്ലയെന്ന് പറഞ്ഞു. ക്ലിയറായി. അന്ന് മുതൽ ഈ മതേതര പാർട്ടിയും ജനാധിപത്യ പാർട്ടിയൊക്കെ മാറിയിട്ട് വർഗീയ പാർട്ടിയായി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. മനസ്സിലായ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായി, ഇല്ലാതായി എന്ന് വെച്ചു, ദുർബലമായെന്ന് വിചാരിച്ചു. ആ സ്പേസ് ആരും കൊണ്ടുപോകും? ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോടാണ് എൻ്റെ ചോദ്യം. ആ സ്പേസ് തീവ്രപക്ഷ നിലപാടുകളുള്ള ആളുകൾ കൊണ്ടുപോകും. അതുകൊണ്ട് കേരളം പിന്നെ ഉണ്ടാവോ? ഞാൻ ലീഗിന്റെ സാന്നിധ്യവും ലീഗിന്റെ ശക്തിയും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മൾ എപ്പോഴും കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകണം. ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ കലാപം നടക്കുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? അപ്പോ ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗ് വിട്ടുപോയ ഒരു കക്ഷി തോളത്ത് വെച്ചിട്ടാണ് ഈ CPM നമ്മളോട് സംസാരിക്കുന്നത്. ഏത്? ബാബറി മസ്ജിദ് തകർന്ന കാലത്ത് ലീഗ് തീവ്രമായ നിലപാട് എടുത്തില്ല എന്ന് പരാതി പറഞ്ഞ് ലീഗ് സ്പ്ലിറ്റ് ഒന്നും ഉണ്ടായില്ല, കുറച്ചുപേര് പോയിട്ടുണ്ടാക്കിയ ഒരു പാർട്ടി ഇവരുടെ തോളത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തില് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. എത്ര കൃത്യമായ നിലപാടുകളാണ് എന്നതിനപ്പുറം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. UDF നിലനിൽക്കാൻ, UDF കൂടെ തന്നെ നിൽക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 1000 കാരണങ്ങളുണ്ട്. എന്നാൽ സഖാക്കളുമായിട്ട് LDF സഖ്യം ചേരാൻ, CPM സഖ്യം ചെയ്യാൻ ഒരൊറ്റ കാരണം പോലും ഇല്ല എന്നുള്ള പ്രഖ്യാപനം വന്ന ആ നിമിഷം മുതലാ മുസ്ലിം ലീഗ് എന്ന പാർട്ടി വർഗീയ പാർട്ടിയായി മാറിയത്. അങ്ങനെയുള്ള ചാപ്പയടികൾ അതുവരെ CPM മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. വലിയ മതേതരത്വ പാർട്ടിയാണ്, വലിയ ജനാധിപത്യ പാർട്ടിയാണ്. എന്നാലോ LDF വരാൻ ഞങ്ങൾക്ക് ഒരൊറ്റ കാരണം പോലുമില്ല എന്ന് ലീഗ് നിലപാടെടുത്തപ്പോഴ് എന്തുണ്ടായി? ലീഗ് വർഗീയ പാർട്ടിയായി. നമ്മളിന്ന് ഈ കാണുന്ന ചാപ്പകള്, മുസ്ലിം ലീഗുകാരനെ വർഗീയവാദിയാക്കുവാനുള്ള ചാപ്പകൾ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇത് തുടങ്ങിയത് പിണറായി വിജയനിൽ നിന്നാ, ഇത് തുടങ്ങിയത് AK ബാലനിൽ നിന്നാ, ഇത് തുടങ്ങിയത് A വിജയരാഘവനിൽ നിന്നാ, ഇത് തുടങ്ങിയത് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നാ, ഇത് തുടങ്ങിയത് EP ജയരാജനിൽ നിന്നാ, ഇത് തുടങ്ങിയത് MV ഗോവിന്ദനിൽ നിന്നാ അല്ലേ? പിന്നെ ഇതിനെയൊക്കെ ഏറ്റുപിടിച്ചതും അതിനുശേഷം ഇതിനെ കൊണ്ടു നടന്നതും വെള്ളാപ്പള്ളി നടേശനാ, സുകുമാരൻ നായരാ അല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചു. അലസിപ്പോയി. പക്ഷേ ആ സഖ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുക. വാർത്താ സമ്മേളനത്തിലേക്ക് ആരാ വിളിക്കുന്നത്? വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുക. ആരുടെ കോളാ വന്നത്? സജി ചെറിയാന്റെ കോള് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോ ആരായിരുന്നു സുകുമാരനെയും വെള്ളാപ്പള്ളിയെയും ഒരുമിപ്പിച്ച് അവരെ കൊണ്ട് വിഷം തുപ്പിച്ച് എല്ലാ പണികളും എടുത്തുകൊണ്ടിരുന്നത്? പിണറായി വിജയനാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് സംഘ് പരിവാർ നടത്തുന്ന ക്യാമ്പയിൻ, ചാപ്പകുത്തൽ, ആ ചാപ്പകുത്തലുകൾ തുടങ്ങി വെച്ചത് സഖാക്കളാണ് എന്നുള്ളതാ. എന്നാൽ ലീഗിന്റെ പാരമ്പര്യം എന്താ? ലീഗിന്റെ പാരമ്പര്യം മാനവികതയുടെയാ. ലീഗിന്റെ പാരമ്പര്യം സോഷ്യൽ ഫാബ്രിക്കിൻ്റെതാ. ലീഗിന്റെ പാരമ്പര്യം സ്നേഹത്തിൻ്റെയാ. ലീഗിന്റെ പാരമ്പര്യം ചേർത്ത് നിർത്തലിൻ്റെതാ അല്ലേ? വയനാട്ടില് ദുരന്തമുണ്ടായി, ടൗൺഷിപ്പ് ഉണ്ടാക്കി. പിണറായി വിജയൻ സർക്കാർ ടൗൺഷിപ്പ് ഉണ്ടാക്കി. എത്ര പേരതിൽ കയറി താമസിച്ചു? ഇന്ന് ഈ നിമിഷവും അതിൽ താമസം തുടങ്ങിയോ? ഇല്ല എന്നുള്ളതാ. ഇനി
നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗ് ടൗൺഷിപ്പ് ഉണ്ടാക്കി, 51 വീടുകളിൽ ആളുകൾ താമസം തുടങ്ങി. ഈ 51 വീടുകളിൽ, മുസ്ലിം ലീഗിൻ്റെ വീടുകളിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. വയനാട്ടിലെ മുണ്ടക്കയിലെ, ചൂരൽമലയിലെ, പുഞ്ചിരിമറ്റത്തെ ഒക്കെ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ, അവിടെ മുസ്ലിം ലീഗ് മുണ്ടക്കൈക്കാരനാണോ എന്നാണ് നോക്കിയത്, ചൂരൽമലക്കാരനാണോ എന്നാണ് നോക്കിയത്, പുഞ്ചിരിമറ്റത്തുകാരനാണോ എന്നാണ് നോക്കിയത്. അത് ഈ 51 വീടുകളിൽ ഒരു സന്ദർശനം നടത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലീഗിൻ്റെ മാനവികത, ലീഗിൻ്റെ മതേതരത്വം, അതിന് ഒരുത്തൻ്റെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. അതും തുടർന്നു കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അതുപോലെ ഇപ്പോൾ 8 നിലയിൽ പൊട്ടിയതിൻ്റെ സങ്കടം, അതിൻ്റെ വേദന, അതിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കറങ്ങുക. മലപ്പുറം ജില്ലയിലെ ഒരു കനൽ തരി പോലും ബാക്കിയാക്കാതെ തുടച്ചു നീക്കിയതാ. മനസ്സിലായില്ലേ? ആ മലപ്പുറം ജില്ലയിൽ കാണുമ്പോൾ, ലീഗിനെ കാണുമ്പോൾ ചൊറിച്ചിലിങ്ങനെ മൂലം കടഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു ഭയം ഉള്ളിലുണ്ട്. ഈ ക്യാബിനറ്റ് അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ കൊള്ളയുടെയും കൊള്ളിവെപ്പിൻ്റെയും അഴിമതിയുടെയും കണക്കുകൾ ഓരോന്നായി എണ്ണി പറയേണ്ടി വരുമെന്നുള്ളതാ. ഇപ്പം നിങ്ങൾ നോക്കൂ, CPM-കാരൻ അധികാരത്തിലില്ലാതെ വരുമ്പോൾ ഈ ചാപ്പയടിയും ഈ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കേരളത്തിൽ നടന്ന എല്ലാ കലാപങ്ങളുടെയും തുടക്കം ഈ CPM-ൻ്റെതായിരുന്നു. അവരാണ് വിത്ത് പാകിയത്, അവരാണ് തുടക്കം കുറിച്ചത്. കേരളത്തിൽ നടന്ന എല്ലാത്തിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. CPM-കാരൻ തുടങ്ങി വെച്ചതാണ്, സഖാക്കൾ തുടങ്ങി വെച്ചതാണ്. ഇന്ന് വീണ്ടും അധികാരം നഷ്ടപ്പെട്ട് തോറ്റു തുന്നം പാറി നിൽക്കുമ്പോൾ വീണ്ടും അതേ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗുകാരനെ വർഗീയവാദിയാക്കുക. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗുകാരനെ എങ്ങനെയെങ്കിലും ഒന്ന് LDF-ൻ്റെ ഭാഗമാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും മുസ്ലിം ലീഗുകാരന് ഒരു വർഗീയത ഉണ്ടായില്ല. മുസ്ലിം ലീഗുകാരൻ വലിയ മതേതരവാദിയ ജനാധിപത്യ പാർട്ടിക്കാരനായിരുന്നു. എന്നാലോ ആ മുന്തിരി കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആ മുന്തിരി പുളിക്കുന്നതായി മാറി, അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങളൊരു ഇവിടെ 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് നിങ്ങൾ നോക്കൂ. ഈ പറയുന്ന വർഗീയ ധ്രുവീകരണം നടത്തുക വഴി CPM ലക്ഷ്യം വെക്കുന്നത് RSSൻ്റെ പിന്തുണയാണ്. RSSൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സഖാക്കളെ, കേഡർ സഖാക്കളെ RSSകാരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതക്കും വളം വെച്ചു കൊടുക്കുന്നു. SDPI-കാരന് എല്ലാവിധ ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരികയാണ്. SDPI-കാരനെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ, SDPI-കാരന് വളർച്ചയുണ്ടാവണമെങ്കിൽ മുസ്ലിം ലീഗിനെ തകർക്കണം. കാരണം എന്താ? SDPI എന്ന് പറയുന്ന പാർട്ടി തന്നെ രൂപം കൊള്ളുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോടുള്ള വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ്. വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന് എന്തായിരുന്നു ഇവരുടെ കാരണം? മുസ്ലിം ലീഗിന് തീവ്രത പോരാ. കാര്യങ്ങളൊന്നും പറയുന്നത് ശക്തമായി പറയുന്നില്ല. തീവ്രത വളരെ കുറവാ. ഇതായിരുന്നു പ്രശ്നം. ഈ പ്രശ്നം കാരണമാണ് SDPI-കാരനുണ്ടായത്. ഇതേ പ്രശ്നം കൊണ്ട് തീവ്രത കുറവാണെന്ന് പറഞ്ഞ് തീവ്രത കൂടിയ ആൾക്കാരുണ്ടാക്കിയ ഒരു പാർട്ടിയുണ്ട്, INL. എന്നാ ആ പാർട്ടി ഉണ്ടാക്കിയത് 1992 ഡിസംബർ 6-ന് ബാബരി മസ്ജിദ് തല്ലി തകർത്തപ്പോൾ മുസ്ലിം ലീഗിന് തീവ്രത പോരാ. മുസ്ലിം ലീഗ്
തകർക്കാൻ പോകുന്നില്ല, മറിച്ച് മുസ്ലിം ലീഗ് സമാധാനം ഉണ്ടാക്കുക, അതുകൊണ്ട് തീവ്രത പോരാ എന്ന് പറഞ്ഞ് തീവ്രതയുണ്ടാക്കിയ ആളുകളാണ്. ആ ആളുകളെ കൂടെ നിർത്തിയിട്ടാണ് സഖാക്കൾ മുസ്ലിം ലീഗിനെ ഇങ്ങനെ ചാപ്പയടിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചാപ്പയടിയൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിന്. ഈ ചാപ്പയടി കൊണ്ട് എന്തുണ്ടായി? ഈ ചാപ്പയടി കൊണ്ട് ഇവറ്റകളെ അടിച്ച് ജനം മൂലക്കിരുത്തി. ഇപ്പോഴെന്താ പ്രശ്നം? ഇപ്പോ ആ തോൽവിയുടെ ആഘാതം, ആ തോൽവി ഏൽപ്പിച്ച മുറിവ്, ഉണ്ടാക്കിയ മുറിവ്, അത് ഉണക്കാൻ മരുന്നില്ലാതെ അത് പുഴുവരിച്ച് പുഴുത്ത് നാറി അതിൽ നിന്ന് ചീഞ്ചലം ഇങ്ങനെ വമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഈ ചാപ്പയടി തുടങ്ങി വെച്ചത് സഖാക്കളാണ്. ഇന്നതിനെ ഏറ്റുകൊണ്ട് നടക്കുന്നത് സംഘപരിവാരമാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സംഘപരിവാറിൻ്റെ ഇത് എല്ലാ കാലത്തും ഇങ്ങനെയാ. CPM ചില ഘട്ടങ്ങളിൽ സംഘപരിവാർ CPM കയ്യിൽ ഒരു ആയുധം കൊടുക്കും, ചില ഘട്ടങ്ങളിൽ സഖാക്കള് സംഘപരിവാറിൻ്റെ കയ്യിലും ആയുധം കൊടുക്കും. ഈ ആയുധം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചും തിരിച്ചും പിടിച്ചും ഒക്കെ നിരന്തരമായി ഇവർ കൊണ്ടു നടക്കും. ഇവരാരേൽപ്പിക്കുന്ന ആയുധങ്ങൾക്ക് പോറലേൽക്കാതെ, കേടുപാടുകൾ സംഭവിക്കാതെ ഇവർ രണ്ടുപേരും സൂക്ഷിക്കും. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് RSS പിണറായി വിജയൻ്റെ കയ്യിലേൽപ്പിച്ച ആയുധമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ഒരു പോറൽ പോലും ഏറ്റില്ല. വിഷമാണെങ്കിൽ തുപ്പിക്കൊണ്ടേയിരുന്നു, വിഷവും വിദ്വേഷവും വെറുപ്പും തുപ്പിക്കൊണ്ടേയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. കാരണം എന്താ? കാരണം അത് RSS പിണറായി വിജയൻ്റെ ഇടത്തെ കയ്യിൽ വെച്ചു കൊടുത്ത ആയുധമായിരുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായ ആയുധത്തെ തോറ്റ് തുന്നം പാറിയപ്പോൾ ആ ആയുധത്തെ ഇനി ഞങ്ങൾക്ക് അധികാരമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല, ഇനി നിങ്ങൾ അതിനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് RSSൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വെച്ചു കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വർഗീയ ശക്തികളെ എങ്ങനെയൊക്കെ തലോടി പാല് കൊടുത്ത് അവരെ വളർത്തിയെടുക്കാം എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗിനെതിരെയുള്ള ഈ ചാപ്പയടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ചാപ്പയടിച്ചത് കൊണ്ട് ലീഗിന് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റും വേണ്ട, ആരുടെയും ബാഡ് സർട്ടിഫിക്കറ്റും ലീഗിന് വേണ്ട എന്നുള്ളതാ. ലീഗിന് വേണ്ട സർട്ടിഫിക്കറ്റ് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനം നൽകിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് തന്നെ ലീഗിന് ധാരാളമാണ്. മനസ്സിലായില്ലേ? ആ സർട്ടിഫിക്കറ്റ് തന്നെ ലീഗിന് ധാരാളമാ. അതിനിപ്പോൾ സംഘപരിവാറുകാരൻ്റെതും വേണ്ട, അതിനിപ്പോൾ സഖാക്കളുടേതും വേണ്ട. ഇനി രണ്ടും കൂടിയ ഒരു കൂട്ടമുണ്ടല്ലോ, സംഘാക്കള്, അതും വേണ്ട. മനസ്സിലായില്ലേ? ലീഗിന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റൊക്കെ കേരളത്തിൻ്റെ ജനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാ. അപ്പോൾ അത് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വലിയ ഇവരുടെ ഉള്ളിലുള്ള ഭയം, ഏറ്റവും അൾട്ടിമേറ്റ്, ആ ഉള്ളിൻ്റെ ഉള്ളിൽ പുറത്ത് പറയാൻ കഴിയാത്ത ഭയം എന്ന് പറയുന്നത്, ഇതിപ്പോൾ പുറത്ത് പറയാൻ പറ്റുമോ? പിണറായി വിജയന് പുറത്ത് പറയാൻ പറ്റുമോ? ലീഗുകാരൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലത്ത് അഴിമതി പുറത്തെത്തിക്കും എന്ന് പറയാൻ പറ്റുമോ? അപ്പം അത് പറയാൻ പറ്റൂല. അപ്പം എന്നാ പിന്നെ ചെയ്യുന്നത് ലീഗുകാരനെ എങ്ങനെയെങ്കിലും ഒന്ന് തളർത്താൻ ശ്രമിക്കുക. എന്നാ വിജയന് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ നേരിട്ട്, ആ പ്രതിസന്ധികൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് ആ പ്രതിസന്ധികളെ നേരിട്ട് ഇവിടെ വരെ എത്തിയ പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ്. ഇതിൻ്റെ പാരമ്പര്യം പോരാട്ടത്തിൻ്റെ പാരമ്പര്യ, അല്ലാതെ ഷൂ നക്കി കൊടുത്തവൻ്റെ പാരമ്പര്യം ഈ പറയുന്ന പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാ. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇത് പിണറായി വിജയന്, MV ഗോവിന്ദന്, AK ബാലന്, A വിജയരാഘവന്, കടകംപള്ളി സുരേന്ദ്രന്, സജി ചെറിയാന് എന്ന് പോന്ന ഇവരുടെ സഖാക്കളാണ് ഈ ചാപ്പയടിക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാ. മനസ്സിലായില്ലേ? അത് നിരന്തരമായിട്ട് ഉള്ളതുമാണ്, അല്ലേ?
കാലാകാലങ്ങളായിട്ട് ഇത് തുറന്നുകൊണ്ടിരിക്കുന്നതാ. ഇവൻ 2024 കോൺഗ്രസ്സുകാരനായിരുന്നിട്ട് പോലും ഷാഫി പറമ്പിലിന് വടകരയുടെ മണ്ണിൽ ഈ ചാപ്പയടി ഏൽക്കേണ്ടി വന്നവനാ, ഈ ചാപ്പയടിക്ക് അനുഭവിക്കേണ്ടി വന്നവനാണ്. അത് തന്നെയാണ് പേരാമ്പ്രയിൽ ഫാത്തിമ ദഹ്ലിയക്കെതിരെ നടന്നത്. അപ്പോൾ ഈ ചാപ്പയടിയുടെ ഉത്ഭവം, ഇതിൻ്റെ പിതാക്കന്മാര് അത് സഖാക്കളാണ് എന്നുള്ളതാണ്.